വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ടയാണ്. ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർക്കാം. നടുവിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു കോഴിമുട്ട ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കൊന്ന് യോജിപ്പിക്കാം. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം തോന്നുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറേശ്ശെയായി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പൊറോട്ടയ്ക്ക് നന്നായി കുഴച്ചാലേ നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുകയുള്ളൂ നമുക്ക് മാവ്. ഇപ്പം മാവ് ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറേശ്ശെയായിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിത് കുഴച്ചെടുക്കണം. എത്രയും നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും നമ്മളുടെ പൊറോട്ട. ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആകും. ഇടയ്ക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിലൊട്ടില്ല. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് നമുക്കിത് മൂടി 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഓയിൽ കയ്യിൽ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നും കൂടി 1-2 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്ത് നമുക്ക് മീഡിയം സൈസ് ഉരുളകളാക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് അരമണിക്കൂർ മൂടി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ പൊറോട്ടയ്ക്ക്. ഇനി നമുക്ക് ഓരോ ഉരുളകളും എടുത്ത് നന്നായി പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തത് തന്നെ ഫോൾഡ് ചെയ്ത് ചുരുട്ടിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാവുന്നതുമാണ്. പിന്നെ ഇപ്പോൾ ഞാനിത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൊറോട്ട ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവും. നമുക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ എടുത്താൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് പരന്ന് വരുന്നത്. ഇപ്പം നല്ല വീശി അടിച്ച് ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സാരിയുടെ ഫ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ. ഇനി നമുക്കിതൊന്ന് നന്നായി തട്ടിയെടുത്ത് ഒന്ന് വലിച്ച് നീട്ടിയെടുക്കാം. അങ്ങനെ എടുക്കുമ്പം പൊറോട്ട നല്ല ലെയറായി കിട്ടും. ഇനി ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ അറ്റഭാഗം ഉള്ളിലോട്ടാക്കി വെക്കാം. അങ്ങനെയെല്ലാം നമുക്ക് പൊറോട്ട ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബൺ പൊറോട്ട ആയതുകൊണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യും ഓയിലും ചേർത്തത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഓരോ പൊറോട്ടയും നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. കുറേശ്ശെ ഓയിലും നെയ്യും കൂടെ ഒഴിക്കാം. അത്യാവശ്യം ഇതിൽ നല്ല ഓയിലും നെയ്യൊക്കെ ഒഴിച്ചാലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക്. ഇനി ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. പിന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വേവാനുള്ളതാണ്. കുറച്ച് കട്ടിയുണ്ടാവും ബൺ പൊറോട്ട ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നമ്മൾ നെയ്യും ഓയിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നല്ല ലെയേഴ്സായിട്ട് നമ്മളുടെ ബൺ പൊറോട്ട വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.